ഹായ് ഓൾ, എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSCയുടെ പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിൻ അതെങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാം, അതിൻ്റെ വരിക്കാരെങ്ങനെയാകാം എന്നാണ്. അപ്പോൾ PSC ബുള്ളറ്റിൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ലഭിക്കാം. ഒന്ന് പ്രിന്റഡ് വേർഷൻ ഉണ്ട്, അതുപോലെ വേർഷനും ഉണ്ട്. PDF ആയിട്ട് ലഭിക്കാം, അതുപോലെ തന്നെ പ്രിന്റഡ് വേർഷനും ഉണ്ട്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേരള PSCയുടെ സൈറ്റാണ്, കേരള PS.in ആണ്. അപ്പോൾ മെയ് 1 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മുടെ കേരള PSC ബുള്ളറ്റിൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ താഴേക്ക് വരിക, ഇതിപ്പോൾ വെബ്സൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ താഴെ നിങ്ങൾക്ക് കാണാം വേർഷൻ ഓഫ് PSC ബുള്ളറ്റിൻ. ഒരു കാര്യം കൂടി പറയട്ടെ, നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു PSC ബുള്ളറ്റിൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം. അങ്ങനെ കുറച്ച് പേര് നേരത്തെയും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊഫൈലിൽ കയറി ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്ത് അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ അവർക്കൊന്നും അത് ലഭിച്ചില്ല എന്ന് കേൾക്കുകയുണ്ടായി. അപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്തത് പ്രിന്റഡിനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ പോലും ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം എന്നുകൂടി പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേർഷൻ ഓഫ് PSC ബുള്ളറ്റിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ വേർഷൻ ഓഫ് PSC ബുള്ളറ്റിനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ പേജിലേക്ക് വരും. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ PSC ബുള്ളറ്റിൻ എന്ന് പറയുന്നത് ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഓഫ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ആൻഡ് ദാറ്റ് കണ്ടെയ്ൻസ് വേരിയസ് റിസോഴ്സസ് ഫോർ ദ ജോബ് ആസ്പിറിംഗ് കാൻഡിഡേറ്റ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നത് 170 രൂപ വാർഷിക ഫീ അല്ലെങ്കിൽ ആനുവൽ ഫീ ആയിട്ട് അടച്ചാൽ ഈ വേർഷൻ ലഭിക്കും. അതുപോലെ നമുക്ക് ഒരു വർഷം 24 പബ്ലിക്കേഷൻ ആണ് ഉണ്ടാവുക. ആ 24 പബ്ലിക്കേഷനിൽ മുഴുവനായിട്ടും ലഭിക്കുന്നതിനാണ് ഈ പറഞ്ഞത് 170 രൂപ ഈ വെർഷൻ ലഭിക്കുന്നതിന്. പ്രിന്റഡ് ആണെങ്കിൽ 200 രൂപയാണ്. ഓക്കെ, ഇനി സബ്സ്ക്രിപ്ഷൻ ഓൾറെഡി ഉള്ളവർക്കാണെങ്കിൽ അത് പുതുക്കാൻ സാധിക്കും, അതുപോലെ പുതിയതായിട്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കാനും സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് വൺ ടൈം രജിസ്ട്രേഷനിനുള്ളിൽ തന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ഹിയർ ടു സബ്സ്ക്രൈബ്. അതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ പേയ്മെന്റ് വഴിയാണ് അതെല്ലാം ചെയ്യുന്നത്. ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് PSC ബുള്ളറ്റിനിൽ വരുന്നത്? സാധാരണ വിജ്ഞാപനങ്ങൾ, പരീക്ഷാ വിവരങ്ങൾ, ഇന്റർവ്യൂ അറിയിപ്പുകൾ, റാങ്ക് ലിസ്റ്റ് വിവരങ്ങൾ, മുൻകാല ചോദ്യങ്ങൾ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആസ്പിരൻസിന്, വിജ്ഞാന പങ്ക്തികൾ, ഇതര തൊഴിലിടങ്ങൾ എന്നിവയൊക്കെ ഇതിൽ വരാറുണ്ട്. വാർഷിക വരിസംഖ്യ പ്രിന്റഡിന് 200 രൂപയാണ്. അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്നത് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ കേരള PSC.gov.in മുഖേന വരിക്കാരാകാം. ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, രജിസ്ട്രേഷൻ പ്രൊഫൈൽ മുഖേന വരിക്കാരാകാം. അല്ലെങ്കിൽ ആസ്ഥാന, മേഖല, ജില്ലാ ഓഫീസുകളിൽ, റീജിയണൽ PSC ഓഫീസുകളിൽ പണമടച്ചിട്ട് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഓഫീസറുടെ പേരിൽ മണി ഓർഡർ അയച്ച് വരിക്കാരാകാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471 254 6270 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0471 254 6270. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും കിട്ടാൻ കാലതാമസമോ എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾക്ക് അത് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നോക്കാം. സോ ഈ ക്ലിക്ക് ഹിയർ ടു സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, നമുക്ക് ന്യൂലി സബ്സ്ക്രൈബ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ന്യൂലി സബ്സ്ക്രൈബ്ഡ് ആണെങ്കിൽ നമുക്ക് പുതിയതായിട്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അത് ന്യൂലി സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പോകുന്നതാണെങ്കിൽ. അല്ല, ഇനി ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം, പുതുക്കാം, അല്ലെങ്കിൽ നമുക്ക് പുതിയ വേർഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഇവിടെ നോക്കുക, സെലക്ട് ആൻഡ് അപ്രോപ്രിയേറ്റ് സബ്സ്ക്രൈബർ ടൈപ്പ്. ഏജൻസി ആണോ അതോ ഇൻഡിവിജ്വൽ ആണോ? ഇപ്പൊ നമ്മൾ കൊടുക്കുവാണ് ഇൻഡിവിജ്വൽ, നമുക്ക് മാത്രമായിട്ടുള്ളതാണ് ഇൻഡിവിജ്വൽ. ഇത് ഏജൻസി ആയിട്ട് എടുത്തിട്ട് പല ബുക്ക് സ്റ്റോളുകാരും അങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരാണെങ്കിൽ ഏജൻസിന്ന് കൊടുക്കും. അപ്പൊ ഇതിൽ പ്രൊസീഡ് കൊടുക്കാം. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, പ്രൊസീഡ് കൊടുക്കുക, ഈ ബട്ടൺ. അതുപോലെ എക്സിസ്റ്റിംഗ് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ they can enter the mobile number അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ കോഡ്, ഇതിൽ ഏതെങ്കിലും എൻ്റർ ചെയ്തിട്ട് പ്രൊസീഡ് കൊടുത്താൽ മതി. അപ്പോൾ റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സബ്സ്ക്രിപ്ഷൻ നമ്പർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തപ്പോൾ കൊടുത്തൊരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കും, അത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു വെരിഫിക്കേഷൻ, സബ്സ്ക്രൈബർ വെരിഫിക്കേഷൻ കോഡ് അഥവാ SVC മൊബൈൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്യും. ഈ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ സബ്സ്ക്രൈബേഴ്സ് മൊബൈൽ നമ്പർ എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്
നമ്മളിവിടെ ഫില്ല് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാനൊരു സാമ്പിളായിട്ട് കാണിക്കുന്നതാണ്. മൈ നോട്ട്ബുക്കിന്റെ നമ്പറാണിത്, മൈ നോട്ട്ബുക്കിന്റെ വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, പ്രൊസീഡ് എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഒരു 6 ഡിജിറ്റ് സബ്സ്ക്രൈബർ വെരിഫിക്കേഷൻ കോഡ് വന്നു. സെൻഡ് SVC കൊടുക്കുക. അപ്പോൾ സെൻഡ് ചെയ്യട്ടെ എന്ന് വയ്ക്കുമ്പോൾ ഓക്കെ കൊടുക്കുക. നമ്മൾ ആ സബ്സ്ക്രൈബർ വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്തിട്ട് വാലിഡേറ്റ് കൊടുക്കാം. അപ്പോൾ വാലിഡേറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ വരും. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ആണ് അവിടെ വരിക. അതിനുശേഷം നമ്മൾ ഇവിടെ സബ്സ്ക്രിപ്ഷൻ പീരീഡ് കൊടുക്കാം. 6 മന്ത്സ്, 1 ഇയർ, 2 ഇയർ, അങ്ങനെ 5 ഇയേഴ്സ് വരെയുള്ള ഒറ്റയടിക്കുള്ള സബ്സ്ക്രിപ്ഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഒരു 1 ഇയറിലേക്കാണ് എടുക്കുന്നതെങ്കിൽ 200 കാണിക്കും. 2 ഇയർ ആണെങ്കിൽ 400, ആ ഒരു റേഞ്ചിലാണ് പോകുന്നത്. 5 ഇയറിലേക്ക് എടുത്താൽ എന്തെങ്കിലും കുറവുണ്ടോ നോക്കാം. ഇല്ല, 1000 ആണ്. 200 വെച്ചിട്ട് 5 ഇയറിലേക്ക് എത്ര വരുന്നോ അത്രയുമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് 6 മന്ത്സിന്റെ ഒന്ന് നോക്കാം. 6 മന്ത്സിനാണെങ്കിൽ 100. അപ്പോൾ അത്യാവശ്യം ഒരു ജസ്റ്റ് ടെസ്റ്റിനാണെങ്കിൽ നിങ്ങൾ 6 മന്ത്സിന്റെ ഒരു 100 റുപ്പീസിന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് പ്രൊസീഡ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അഡ്രസ്സൊക്കെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം എന്ത് ചെയ്യാം, പേ ചെയ്യാം. ഓക്കെ, അപ്പോൾ പേയ്മെന്റിന് പല പല പേയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. നെറ്റ് ബാങ്കിങ് ഉണ്ട്, കാർഡ് പേയ്മെന്റ് ഉണ്ട്, UPI ഉണ്ട്, റീറ്റെയിൽ ബാങ്കിങ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞൊരു കൺഫർമേഷൻ മെസ്സേജ് നമുക്ക് വരും. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമെയിൽ IDയിലാണ് നമുക്ക് ഇത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ മൊബൈലിൽ മെസ്സേജ് ആയിട്ടും വരും. ഈ വേർഷൻ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന 200 നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്രിന്റഡ് വേർഷൻ്റെ ആണ്. അപ്പോൾ പ്രിന്റഡ് വേർഷൻ്റെ ആണ് ഇപ്പോൾ ഓപ്ഷൻ കിടക്കുന്നത്. അപ്പോൾ പ്രിന്റഡ് വേർഷൻ ആണെങ്കിൽ അഡ്രസ്സ് കൂടി കൊടുക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടമായില്ല, ഉപകാരപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കമൻസ് താഴെ അറിയിക്കുക. താങ്ക് യു.